Hi students, നമുക്ക് ഗ്രാഫ്സിന്റെ ബാക്കി അല്ലെങ്കിൽ ആർട്ട് പ്രോഗ്രാമിംഗിലെ ചാർട്ട്സ് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഗ്രാഫ്സ് വരയ്ക്കുന്ന ബാക്കി ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചത് പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉപയോഗിച്ച് സ്കാറ്റർ ഡയഗ്രംസ് പ്ലോട്ട് ചെയ്യാനും അങ്ങനെ പ്ലോട്ട് ചെയ്ത സ്കാറ്റർ ഡയഗ്രംസിൽ നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസിനെ പ്ലോട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നു പ്ലോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനും ലൈൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനും. അടുത്തത് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ബേസിക് ചാർട്ട്സിലോട്ട് പോവാണ്, ബാർ ഡയഗ്രംസ് വരയ്ക്കാൻ. നമുക്കറിയാം നമ്മളുടെ സിലബസിനകത്ത് വി ഹാവ് ഡ്രോൺ ഒരു സിംഗിൾ കാറ്റഗറൈസ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കും. മൾട്ടിപ്പിൾ കാറ്റഗറൈസ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കും. അപ്പൊ ഈ 3 ബാർ ഡയഗ്രംസും എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ അതിനെ ആൻസർ ചെയ്ത് നോക്കാം. സോ ലെറ്റ് us കൺസിഡർ ദ ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് ദ ഫോളോയിങ് ഡേറ്റ ഇൻ എ സിമ്പിൾ ബാർ ഡയഗ്രം. ഇപ്പൊ നമ്മളുടെ കയ്യിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, രാജ്, ബിനി, സിജി, റീന എന്ന് പറയുന്ന 4 സ്റ്റുഡൻസും അവരുടെ മാർക്സും ഉണ്ട്. നമ്മളുടെ ആവശ്യം ഈ ഡേറ്റ ഒരു സിമ്പിൾ ബാർ ഡയഗ്രം ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഓർത്തോണം, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ഈ ഡേറ്റ സപ്ലൈ ചെയ്യുന്ന മുതൽ ഡയഗ്രം വരയ്ക്കുന്ന വരെയുള്ള എല്ലാ പ്രോഗ്രാം ലൈൻസും എഴുതിയാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഡേറ്റ എങ്ങനെയാണ് പ്രോഗ്രാമിങ്ങിന് കൊടുക്കുന്നത്, ഇൻപുട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പല രീതിയിൽ പഠിച്ചു അല്ലേ. നമുക്കത് മെട്രിക്സ് ആയിട്ട് കൊടുക്കാൻ അറിയാം, ഡേറ്റ ഫ്രെയിം ആയിട്ട് കൊടുക്കാൻ അറിയാം, വെറും വെക്ടർ ആയിട്ട് കൊടുക്കാൻ അറിയാം. അപ്പൊ പൊതുവെ ചാർട്ട്സ്, അതായത് ഡയഗ്രംസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ ഡേറ്റ മെട്രിക്സ് ആയിട്ടാണ് ഇൻപുട്ട് ചെയ്യാറ്. നമ്മളുടെ ഈ കിടക്കുന്ന ഡേറ്റ സത്യത്തിൽ ഒരു മെട്രിക്സ് ആണ്, 2 റോസും 4 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ്. പക്ഷേ ബാർ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഇങ്ങനെ അല്ല കൊടുക്കണ്ടേ, അതായത് ഡേറ്റ കോളമിലല്ല കൊടുക്കണ്ടേ. സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കാൻ ഡേറ്റ കോളം ആയിട്ടല്ല, റോ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് മാത്രമാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ലെറ്റ് us see how we can do it. ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഡേറ്റ വാല്യൂസിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യാം. അപ്പൊ അതിന് ഞാൻ data2 എന്നൊരു വേരിയബിൾ എടുത്തു. ആ data2ലേക്ക് ഒരു മെട്രിക്സ് ആയിട്ട് ഞാൻ എൻ്റെ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാണ്. നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റോ ഉള്ള മൾട്ടിപ്പിൾ കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. സിംഗിൾ റോ മൾട്ടിപ്പിൾ കോളംസ്, അങ്ങനെയായിരിക്കണം സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഡേറ്റ കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തു, അതിന്റെ ഡേറ്റ കൊടുത്തു, എന്നിട്ട് എത്ര റോസിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഒരു റോ ബൈ റോ ഈക്വൽ ടു ട്രൂ എന്ന് വെച്ചാൽ ഈ ലൈൻ അങ്ങനെ തന്നെ റോ ആയിട്ട് എഴുതണം. അപ്പൊ എന്റെ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലൈൻ അതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഡേറ്റ സെറ്റ്, അപ്പൊ ഞാൻ ആ ഡേറ്റ സെറ്റിനെ എങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നതെങ്കിലും നമ്മൾ ഡേറ്റ സെറ്റ് എൻറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റുഡൻറ്റും താഴെ മാർക്കും. ഓക്കെ, അതില് സ്റ്റുഡന്റിന്റെ നേരെയാണ് നമ്മളുടെ സ്റ്റുഡന്റ് നെയിംസ് വരുന്നത്. രാജ്, അത് കഴിഞ്ഞിട്ട് ബിനി, അത് കഴിഞ്ഞിട്ട് സിജി ആൻഡ് റീന. ഇങ്ങനെയാണ് സ്റ്റുഡന്റ് നെയിം വരേണ്ടത്. അവരുടെ മാർക്ക് വരേണ്ടത് ഒരു റോയിലാണ്, 89, 52, 78, 69. ഈ രീതിയിൽ ഡേറ്റ എൻട്രി ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം മാർക്കിനെ മാത്രമാണ് എൻട്രി ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ എന്താ പറയാ, ഡേറ്റ വാല്യൂസ്, മാർക്ക് മാത്രമാണല്ലോ ഡേറ്റ വാല്യൂസ്, അത് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് എൻറ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മാർക്കിന്റെ ഓരോ മാർക്കും എഴുതിയിരിക്കുന്ന ഓരോ കോളമിലാണല്ലോ അല്ലെ, ആ കോളം നെയിംസ് ആയിട്ടാണ് നമ്മൾ ആൾക്കാരുടെ പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് കോളമിന്റെ നെയിം രാജ്, സെക്കൻഡ് കോളം നെയിം ബിനി, തേർഡ് കോളം നെയിം സിജി, ഫോർത്ത് കോളം നെയിം റീന. അതായത് ഇത്രയും നമുക്ക് ഈ 2 സാധനം, സ്റ്റുഡന്റ് മാർക്ക് എന്ന് പറയുന്നത് ഡേറ്റ ആയിട്ട് എൻറ്റർ ചെയ്യണമെന്നില്ല, നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുമ്പോൾ അതിന്റെ ലേബൽ ആയിട്ട് കൊടുത്താലും മതി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഈ മെട്രിക്സ് മാത്രമാണ്, അതായത് രാജ്, ബിനി, സിജി, റീന, അവരുടെ വാല്യൂസ്. അപ്പൊ ആദ്യം നമ്മൾ വാല്യൂസ് എൻറ്റർ ചെയ്തു, അതിനുശേഷം ആ കോളംസിന്റെ നെയിംസ് ആയിട്ട് നമ്മൾ ആൾക്കാരുടെ പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് റോ നെയിംസ് ആയിട്ട് നമ്മൾ മാർക്ക് മാത്രം കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡന്റ് എന്നും മാർക്ക് എന്നും കൊടുക്കാം. അല്ല, ഇവിടെ സ്റ്റുഡന്റ് അല്ല, റോ നെയിം ആയിട്ട് മാർക്ക് ആണല്ലോ, അതായത് ഇവിടെ മാർക്ക് കൊടുത്തു.
ഇങ്ങനെയാണ് നമ്മളത് എൻ്റർ ചെയ്തേക്കുന്നത്. ഇനി ഈ എൻ്റർ ചെയ്ത ഡേറ്റയാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും നേരെ ഒരു ബാർ ഉണ്ടാവും. ആ ബാറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ മാർക്ക് ആയിരിക്കും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ബാർ പ്ലോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സാധാരണ പ്ലോട്ട് ഫംഗ്ഷനിൽ എങ്ങനെയാണോ നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുത്തത് അതേപോലെ തന്നെയാണ് ബാർ പ്ലോട്ടിലും കൊടുക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ഇതൊക്കെയായിരുന്നു ആർഗ്യുമെന്റ്സ്. മെയിൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ചാർട്ടിന്റെ ടൈറ്റിൽ നമുക്ക് എഴുതാം. എക്സ് ലാബും വൈ ലാബും എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ലേബിൾ തരും. എക്സ് ലിമിറ്റ് വൈ ലിമിറ്റ് എത്ര നീളത്തിലാണ് എക്സ് ആക്സും വൈ ആക്സും പിന്നെ വരയ്ക്കേണ്ടതെന്ന് വരും. ടൈപ്പ് ഇവിടെ ആവശ്യമില്ല, കാരണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ബാർ ചാർട്ട്സ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് കൊടുക്കാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ലെജൻഡും കൊടുക്കാം ആവശ്യമാണെങ്കിൽ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബാർ പ്ലോട്ട് എന്ന് പറയുന്ന അത് പ്ലോട്ട് ചെയ്യാനുള്ള നമ്മളുടെ പ്രോഗ്രാമിംഗ് ലൈൻ എഴുതുകയാണ്. അപ്പൊ ബാർ പ്ലോട്ട് എന്നിട്ടു ആദ്യം ഇടേണ്ടത് ഏത് ഡേറ്റയിലാണ് അത് പ്ലോട്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് ഡേറ്റയാണ് വേണ്ടേ? ഡേറ്റ 2 എന്ന് നമ്മൾ പേരിട്ട ആ മെട്രിക്സിനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ബ്രാക്കറ്റിനകത്ത് ഡേറ്റ 2 കൊടുത്തു, കളർ കൊടുത്തു. ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം, എല്ലാ ബാർ ഡയഗ്രത്തിനും ഒരു കളർ മതി. ആ കളർ 1 2 3 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ അതനുസരിച്ചുള്ള കളർ വരും. മെയിൻ എന്ന് പറയുന്നത് ചാർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ നെയിം ഓഫ് ചാർട്ടിനെ സിമ്പിൾ ബാർ ചാർട്ട് എന്ന് കൊടുക്കാം. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് തന്നെ കൊടുക്കാം. അങ്ങനെ നമ്മൾ പേര് കൊടുത്തു. അതായിരിക്കും നമ്മുടെ ചാർട്ടിന്റെ പേര്. എക്സിന്റെ ലേബൽ, എക്സ് ആക്സിന്റെ ലേബൽ സ്റ്റുഡൻസ് ആണ്, വൈ ആക്സിന്റെ ലേബൽ മാർക്സ് ആണ്. ഇത്രയും മാത്രമേ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് കൊണ്ടുപോയിട്ട് റൺ ചെയ്ത് നോക്കാം എന്താണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ആർ പ്രോഗ്രാം എടുത്തു. അതിനെ ഞാനൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. എന്തൊക്കെയോ ചെയ്ത് വെച്ചിരുന്നു, ഓൾറെഡി കിടക്കുന്നു, ട്രയൽ നോക്കിയത്. സോ ഐ എം ക്ലിയറിങ് എവറിഥിങ്. ഇങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അത് ചോദിക്കും. സേവ് ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് അവിടെ സേവ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ കോർണറിൽ ഒരു ബ്രൂമിന്റെ സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്ക്രീൻ ക്ലിയർ ആവുന്നത്. കണ്ടോ ആ ബ്രൂം സിമ്പിൾ കണ്ടോ, ഈ കുഞ്ഞി ബ്രൂം സിമ്പിൾ ഇവിടെയുള്ള അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക പ്രോഗ്രാമിംഗ് ഏരിയ എല്ലാം ക്ലിയർ ആവുന്നത്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ അടിച്ചു വെച്ച ആ പ്രോഗ്രാം ലൈൻസ് ഇടുകയാണ്. ആദ്യം നമ്മൾ ഡേറ്റ 2 എന്ന് പറയുന്ന ഒരു പുതിയ മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. കണ്ടോ ആ മെട്രിക്സ് ക്രിയേറ്റ് ആയി. മെട്രിക്സിൽ ഒരു കോളവും 1 മുതൽ 4 ഒരു റോയും 1 മുതൽ 4 വരെ കോളംസും. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ ലൈൻ എന്തായിരുന്നു? നമ്മളുടെ കോളംസിന്റെ നെയിംസ് കൊടുക്കുകയാണ്. അത് റൺ ചെയ്തു. അത് റൺ ചെയ്ത് കഴിയുമ്പം വാട്ട് വി ഹാവ് ഇസ്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡേറ്റ 2 എന്നൊന്ന് അടിച്ചു കൊടുത്താൽ ഇവിടെ ഡേറ്റ 2 എന്ന് അടിച്ചൊന്ന് റൺ ചെയ്താൽ നമ്മളുടെ മെട്രിക്സ് കാണാൻ പറ്റും. കണ്ടോ കോളം നെയിംസും റോ നെയിംസും വന്നു. നമ്മൾ അത് രണ്ടുമായിരുന്നു സെറ്റ് ചെയ്തത്. ഡേറ്റ 2 എന്ന് പറഞ്ഞ മെട്രിക്സ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റ 2 എന്ന് പറഞ്ഞ മെട്രിക്സിലെ ഡേറ്റ ഉപയോഗിച്ചൊരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുകയാണ്. അതിനായിട്ട് ബാർ പ്ലോട്ട് ബ്രാക്കറ്റിൽ ഏതാണോ നമ്മുടെ ഡേറ്റ ഫയൽ അതിന്റെ നെയിം, കളർ സെറ്റ് ചെയ്യുന്നു. കളർ 3 എന്നോ 2 എന്നോ എന്ത് വേണേൽ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 എന്നിടാം. അതിന്റെ പേര് കൊടുത്തു, എക്സ് ലാബ് കൊടുത്തു, വൈ ലാബ് കൊടുത്തു. അപ്പൊ ആ ലൈനിനെ ഞാൻ റൺ ചെയ്യാണ്. ഇമ്മീഡിയറ്റ്ലി ഇവിടെ നമ്മുടെ പ്ലോട്ട് ഏരിയയിൽ നമ്മൾ വരച്ച ആ പ്ലോട്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ വൈ ആക്സിസ് ഇച്ചിരി ചെറുതായിട്ടാണ് നിൽക്കുന്നത്, 80 വരെ നിൽക്കുന്നുള്ളൂ. അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? വൈ ലിമിറ്റ് സെറ്റ് ചെയ്യാം. വൈ ലിം ഈസ് ഈക്വൽ ടു 100 എന്ന് സെറ്റ് ചെയ്ത് റൺ ചെയ്താൽ, കോമയിട്ട് റൺ ചെയ്താൽ നമ്മുടെ വൈ ആക്സിന്റെ എന്തോ ഒരു എറർ വന്നു. വൈ ലിമിറ്റ് സം പ്രോബ്ലം കെ. ഓക്കെ, നോക്കാം അതെന്താ പറ്റിയെന്ന്. നമ്മളുടെ കോഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ വൈ ലിമിറ്റ് എന്ന് പറഞ്ഞത് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം വി കൻ ഡിലീറ്റ് ദാറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഈ താഴെ നോക്കൂ, കൺസോളിനകത്തായിരിക്കും എന്താണോ എറർ അത് കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്ലോട്ടിനകത്തേ ഉള്ളൂ വൈ ലിമിറ്റ് കേട്ടോ. ബാർ പ്ലോട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ഇറ്റ്സ് നോട്ട് നീഡഡ്. ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ നമ്മളുള്ളത് വരയ്ക്കും. അതിനെ ഒന്നുകൂടെ റൺ ചെയ്ത് പേടിക്കണ്ട. ഒരു സംഗതി എറർ വരുമ്പം പെട്ടെന്ന് പോയി അയ്യോ എന്റെ ചാർട്ട് പോയേ എന്നൊന്നും പറഞ്ഞ് പേടിക്കണ്ട. ആ ലൈനിൽ ഒന്നുകൂടെ കർസർ കൊണ്ടുവച്ച് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു വരച്ചു തരും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സിമ്പിൾ ബാർ ഡയഗ്രാം. നമ്മുടെ കളറിന്റെ നമ്പർ 2 മാറ്റി 5 ഇട്ട് ഒന്നുകൂടെ റൺ ചെയ്താൽ മറ്റൊരു കളറിലെ ചാർട്ട് നിങ്ങൾക്ക് കിട്ടും.
കണ്ടോ, ബ്ലൂ കളർ ചാർട്ട്. സോ ആ രീതിയിലാണ് എക്സ് ആക്സിന് ലേബിൾ ഉണ്ട്, വൈ ആക്സിന് ലേബിൾ ഉണ്ട്, നമ്മുടെ ചാർട്ടിന് നെയിം ഉണ്ട്. ഇത്ര മതി ഒരു സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ. സോ ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ ബാർ പ്ലോട്ട്. ഇതേ ബാർ പ്ലോട്ട് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രം അല്ല, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രവും സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രവും ഒക്കെ വരയ്ക്കാൻ പറ്റും. ആർഗ്യുമെന്റ്സും ഡേറ്റയും മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ ഒരു സിംഗിൾ കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്ത ഡേറ്റയാണ്. കുറെ സ്റ്റുഡൻസും അവരുടെ മാർക്കും മാത്രം. അങ്ങനത്തെ ഒരു സിമ്പിൾ കാറ്റഗറൈസ് ഡേറ്റ ആയതുകൊണ്ടാണ് അതൊരു സിമ്പിൾ ബാർ ഡയഗ്രം വരച്ചു തന്നത്. അതിനു പകരം നമ്മൾ മൾട്ടിപ്പിൾ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത അല്ലെ സബ് ഡിവൈഡഡ് ഡേറ്റ കൊടുത്താൽ അതനുസരിച്ചുള്ള ഡയഗ്രാം ആയിരിക്കും വരച്ചു തരുന്നത്. ഇനി ഞാൻ ഒരു ലൈനും കൂടെ താഴെ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഒരു മെട്രിക്സിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ കോളം നെയിംസും റോ നെയിംസും കൊടുത്തു. അത് 3 ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലൈൻസ് ഉപയോഗിച്ചാണ് നമ്മൾ അത്രയും ആ ഒരു മെട്രിക്സിനെ നമ്മൾക്ക് ആവശ്യമുള്ള ഈ ഫോമിലോട്ട്, ഈ ഡേറ്റയുടെ ഫോമിലോട്ട് നമ്മൾ ആക്കിയത്. അതിന് പകരം ഒറ്റ ലൈനിൽ തന്നെ ആ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കോളം നെയിംസും റോ നെയിംസും കൊടുക്കാം. അതാണ് ഈ എഴുതിയേക്കുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, മെട്രിക്സ് കൊടുത്തു, അതിന്റെ ഡേറ്റ കൊടുത്തു, ഒരു റോ ആണെന്ന് പറഞ്ഞു, റോ വൈസ് ആണ് മെട്രിക്സ് വാല്യൂസിനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം കോളം നെയിംസും റോ നെയിംസും സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് dim names എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ ആണ്. dim name എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പേരുകൾ ആട്രിബ്യൂട്ട് ചെയ്യാണ്. dim name എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ആണ് dim names ഈക്വൽ ടു ലിസ്റ്റ് ഓഫ്. ലിസ്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡേറ്റ സെറ്റ്സ് വരുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിനകത്ത് ആദ്യം നമ്മൾ റോഡ് നെയിം കൊടുക്കണം, പിന്നെ നമ്മൾ കോളം നെയിം കൊടുക്കണം. അപ്പൊ നമ്മൾ റോഡ് നെയിം മാർക്ക് എന്നായിരുന്നു, കണ്ടോ, ഈ മുകളിലത്തെ ഡേറ്റയാണ്. റോ നെയിം മാർക്കാണ്. കോളം നെയിമിൽ നമുക്ക് വേണ്ടുന്നത് ആൾക്കാരുടെ പേരാണ്. അപ്പോ dim names ഈക്വൽ ടു ലിസ്റ്റ് ബ്രാക്കറ്റിനകത്ത് സി ഓഫ് മാർക്സ്, അതാണ് ഒന്നാമത്തേത്. പിന്നെ സി ഓഫ് രാജ്, ബിനി, സിജി, റീന. ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ആ മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് കൊണ്ടുപോയി ആർ പ്രോഗ്രാമിങ്ങിനകത്തൊന്ന് ഇട്ട് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഡേറ്റ 2 ആറിന്റെ മെമ്മറിയിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു വ്യത്യാസത്തിന് നമുക്ക് അതിനെ ഡേറ്റ 3 എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഡേറ്റ 3. എന്നിട്ട് ഈ ലൈൻ ഒന്ന് റൺ ചെയ്ത് നോക്കൂ. ഡേറ്റ 3 ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾ ഇവിടെ ഡേറ്റ 3 എന്നടിച്ച് റൺ ചെയ്താൽ നിങ്ങൾക്ക് ആ മെട്രിക്സ് നമ്മുടെ കൺസോളിൽ കാണാൻ പറ്റും. കേട്ടോ, ഡേറ്റ 3 എന്നുള്ള മെട്രിക്സ് എക്സാക്ട്ലി സെയിം ഫോമിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഇതാണ് കോളം നെയിംസും റോ നെയിംസും ഒരു ലൈനിൽ തന്നെ കൊടുക്കാനുള്ള മെത്തേഡ്. നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഒരേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം എന്നില്ല. ഒരു മെട്രിക്സിന് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, അല്ലെങ്കിൽ മെട്രിക്സ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ പോലത്തെ ഒരു ടേബിൾ ആണ് കേട്ടോ. കോളംസും റോസും ഉള്ളൊരു ടേബിൾ. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതിന്റെ കോളം നെയിംസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, റോ നെയിംസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം അങ്ങനെ നമ്മൾ കോളം നെയിംസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബാർ ചാർട്ടിന്റെ അടിയിൽ ആ പേര് എഴുതി വരുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോമാറ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. നമുക്കിനി അതിന്റെ അടുത്ത ലെവലിലോട്ട് പോവാം. ഒരു മൾട്ടിപ്പിൾ സബ് ഡിവൈഡഡ് ഡേറ്റയെ നമ്മളൊരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലും ഒരു സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിലും റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇവിടെ നോക്കൂ, എഗെയിൻ ഒരു മെട്രിക്സ് ആണ്. നമ്മുടെ ഡേറ്റ വാല്യൂസ് ആണ് ഇത്രയേ ഉള്ളൂ, ഈ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതൊരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന് 3 കോളംസും 4 റോസും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ 4 റോസിനും കുറെ റോ നെയിംസ് ഉണ്ട്, 3 കോളംസിന് 3 കോളം നെയിംസ് ഉണ്ട്. അപ്പൊ വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഈ ഡേറ്റ വാല്യൂസിനെ എൻറ്റർ ചെയ്യണം. എങ്ങനെയാണ് ഒരു മെട്രിക്സ് ഡേറ്റ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു സി ഫംഗ്ഷനകത്തോട്ട് ഈ ഡേറ്റ എല്ലാം നിരത്തി കൊടുത്തിട്ട് നമ്പർ ഓഫ് റോസ് 4 എന്ന് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു, ബൈ റോ ഈക്വൽ ടു ട്രൂ എന്നോട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ മെട്രിക്സ് ക്രിയേറ്റ് ആവും. നോക്കൂ, നമ്മളിവിടെ ഈ ഒരു മെട്രിക്സിന് നമ്മൾ ഡേറ്റ എന്ന് പേര് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഡേറ്റ 3 എന്ന് പേര് കൊടുക്കാം, അല്ലെ ഡേറ്റ 4 എന്ന് പേര് കൊടുക്കാം.
ഇപ്പൊ ഡേറ്റ 4 എന്ന് പറയുന്നത് മെട്രിക്സ് ഫംഗ്ഷൻ ആണ് ഉപയോഗിച്ചത്. അതിനകത്ത് ആദ്യം നമ്മൾ സി ഫംഗ്ഷൻ ഇട്ട് നമ്മൾ ഡേറ്റ എല്ലാം നിരത്തിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 4 റോയിലോട്ടാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്യുമ്പം ഓർഡറിൽ വായിച്ചാണ് റോ ഉണ്ടാക്കുന്നത്. അതായത് ആദ്യത്തെ 4 ഒന്നാമത്തെ റോ, അടുത്ത 4 രണ്ടാമത്തെ റോ, അങ്ങനെ ആണെങ്കിൽ ബൈ റോ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ dim name ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളുടെ റോയുടെ പേരും പിന്നെ കോളമിന്റെ പേരും. നോക്കൂ, ഇവിടെ റോസിന്റെ പേരാണ് ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എന്റർടൈൻമെന്റ്. ആ റോയുടെ പേരും അതിനുശേഷം കോളംസിന്റെ പേരും കൊടുത്തു. ഇത്രയും ഒരു ലൈൻ, ഡേറ്റ 4ന്റെ ഈ ലൈൻ റൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മളുടെ ആറിന്റെ മെമ്മറിയിൽ അല്ലെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ക്രിയേറ്റ് ആവും. അത് ഞാൻ റൺ ചെയ്ത് കാണിക്കാം. റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ലൈൻ ആയതുകൊണ്ടാണ് അങ്ങേ അറ്റം വരെ പോയത് കേട്ടോ. ഇനി നിങ്ങൾ ഡേറ്റ 4 എന്നിട്ടൊന്ന് റൺ ചെയ്ത് അതിനെ നമുക്ക് ആ മെട്രിക്സ് കൺസോളിൽ കാണാൻ പറ്റും. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എന്റർടൈൻമെന്റ്, ആലീസ്, ബോബ്, കരോൾ. ഇത് 3 പേരുടെ പല പല എക്സ്പെൻസസ് ആണ് നമ്മളുടെ ഡേറ്റ. അപ്പൊ നമ്മൾ ആ ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ? ആ ഡേറ്റ സെറ്റിനെ പ്ലോട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് വേണ്ടുന്നത് സബ്ഡിവൈഡഡ് ഡേറ്റ സെറ്റ് ആയതുകൊണ്ട് ഒന്നിൽ സബ്ഡിവൈഡഡ് ഡയഗ്രാം വരയ്ക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാം. അതിന് നമ്മൾ ഈ രണ്ടിനും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മളുടെ ബാർ പ്ലോട്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ യൂസ് ചെയ്തതുമായിട്ട് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ബാർ പ്ലോട്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യം നമ്മളുടെ ഡേറ്റ കൊടുക്കുക. എന്തായിരുന്നു നമ്മളുടെ ഡേറ്റ? ഡേറ്റ 4 ആയിരുന്നു നമ്മളുടെ ഡേറ്റ അല്ലേ? നമ്മൾ ആ ഡേറ്റ 4 കൊടുത്തു. മെയിൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നെയിം കൊടുത്തു, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് പേര് കൊടുത്തു, എക്സ് ആക്സിന് ലേബിൾ കൊടുത്തു, വൈ ആക്സിന് ലേബിൾ കൊടുത്തു. ഇവിടെ നമ്മളുടെ നമ്മൾ ഉണ്ടാക്കുന്ന സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആണ്. ഓരോ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എന്റർടൈൻമെന്റ് ഡിഫറെന്റ് കളേഴ്സ് വേണം. അപ്പോൾ 4 കളേഴ്സ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? കളർ എന്ന് പറയുന്നത് 2, 3, 4, 5 അതാണ് ഈ കിടക്കുന്നത്. കളർ ഇസ് ഈക്വൽ ടു 2:5 എന്ന് വെച്ചാൽ 2, 3, 4, 5 എന്ന 4 കളേഴ്സ് എടുക്കണം എന്നർത്ഥം. എന്നിട്ട് നമ്മൾ അതിന്റെ ലെജൻഡും സെറ്റ് ചെയ്തു. ലെജൻഡ് ഓരോ കളറിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ലെജൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡേറ്റ 4 ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു ലൈനും കൂടെ കൊണ്ട് അവിടെ ഇട്ട് റൺ ചെയ്താൽ നമ്മളുടെ ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടിട്ട് ആ ഒരു ലൈനിനെ റൺ ചെയ്യണം. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇതാവുന്നു കേട്ടോ. ഇത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആണ്. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അതിന്റെ ഓരോ കളേഴ്സിന്റെ മീനിങ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. വെറുതെ ലെജൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പേരുകൾ ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ നെയിം. അപ്പൊ ഇതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അതിനായിട്ട് ആ എക്സാക്ട്ലി സെയിം ബാർ പ്ലോട്ട് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ സബ് ഡിവൈഡഡ് ഡേറ്റ കൊടുത്താൽ അത് സബ് ഡിവൈഡഡ് ഡയഗ്രാം വരച്ചു തരും. പിന്നെ അതിനു പകരം സിമ്പിൾ ഡേറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചു തരും. ഓക്കെ, സോറി. ഇനി നമുക്ക് ഈ സെയിം ഡേറ്റ കൊണ്ട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കണം. സെയിം ഡേറ്റ, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അതിനും എക്സാക്ട്ലി സെയിം ആണ് ഡേറ്റ കോഡിങ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ലാസ്റ്റില് നമ്മൾ ലെജൻഡും കൊടുത്ത ശേഷം ബിസൈഡ് ഈക്വൽ ടു ട്രൂ എന്ന് ഒരു പാർട്ടും കൂടി ഇടണം. ബിസൈഡ് ഈക്വൽ ടു ട്രൂ എന്ന് വെച്ചാൽ അടുത്തടുത്താണ് ബാർ ഡയഗ്രാം വരയ്ക്കേണ്ടത്, അടുപ്പിച്ചാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത് എന്നർത്ഥം. ബാക്കി എല്ലാം സെയിം ആണ്. ഏത് ഡേറ്റയ്ക്കാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്തു, പേര് കൊടുത്തു, എക്സ് ലാബ്, വൈ ലാബ്, കളർ 2 to 5 ആണെന്ന് പറഞ്ഞു, ലെജൻഡ് നമ്മൾ കൊടുത്തു, അതിന്റെ കൂടെ ബിസൈഡ് ഈക്വൽ ടു ട്രൂ എന്ന ഒരു പാർട്ടും കൂടെ കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ലൈൻ കൂടെ ഒന്ന് കൊണ്ടുപോയി ആർ പ്രോഗ്രാമിംഗിലിട്ട് റൺ ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് യു ആർ റണ്ണിങ് ദ ലൈൻ. അതിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നോക്കൂ, ആ സെയിം ഡേറ്റയ്ക്കുള്ള സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, സോറി അത് തന്നെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സബ് ഡിവൈഡഡ് നേരത്തെ ആയിരുന്നു, മൾട്ടിപ്പിൾ
ബാർ ഡയഗ്രം കിട്ടി. ഇപ്പൊ നമ്മൾ കുറേ ഡയഗ്രംസ് വരച്ചു അല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഒരു ഡയഗ്രം പുതിയത് വരയ്ക്കുമ്പോൾ മറ്റേതങ്ങ് കാണാതെ പോകും. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ വരച്ച പഴയ ഡയഗ്രംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം റെഡ് കളറിൽ വരച്ചു, പിന്നെ ബ്ലൂ വരച്ചു, പിന്നെ സബ് ഡിവൈഡഡ് വരച്ചു, അതിനുശേഷം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ട ശേഷം ആ ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഡേറ്റയിൽ അതായത് നോട്ട്സിൽ കാണിച്ച ക്വസ്റ്റ്യൻസ് അതേപടി നോട്ട്ബുക്കിൽ എഴുതി ആ പ്രോഗ്രാമിംഗ് ലൈൻസും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അത് വെച്ചിട്ട് വേണം ലാബിൽ വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ ആദ്യത്തെ പോർഷനാണ് നമ്മൾ പഠിച്ചത്. സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം. ഇന്ന് അത്രയും മതി ഈ ഒരു വീഡിയോയിൽ. സോ see you in the lab session. Thank you.